ഹലോ, നമ്മളിപ്പോൾ പോകുന്നത് ദുബായിലെ ജുമൈറ ബീച്ചിലേക്കാണ് പോകുന്നത്. ജുമൈറ ബീച്ചിലേക്ക് മാത്രമല്ല പോകുന്നത്, പല സ്ഥലങ്ങളിൽ ദുബായിൽ കാണാൻ പോകുന്ന ഒരു സ്ഥലമാണിത്. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ പോകുന്നത്. ഞാനും കുട്ടികളും ഹസ്ബൻഡും കൂടിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം നല്ല ഒരു 1:30-2 മണി നട്ടുച്ച സമയം വെയിലത്താണ് പോകുന്നത്. ബീച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ വൈകുന്നേരമാണ് വരാമെന്ന് അറിയാം, പക്ഷേ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ വേറെയും പോകണം എന്നുള്ളത് കൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്ന് ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്നുള്ള തീരുമാനത്തിൽ വന്നതാണ്. അങ്ങനെ നമ്മളിനി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് പേരൊന്നുമില്ല, വെയിൽ കൊള്ളാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് പേര് വരും. ഈ സമയത്ത് അതുകൊണ്ട് ഞാൻ തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് നല്ല വെയിലുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി നടക്കാനുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അപ്പുറത്തായിട്ട് കാണുന്നത് ഹോട്ടലുകളാണ്. അതിൽ ഒന്ന് ഫേമസ് നമ്മുടെ ബുർജുൽ അറബാണ് അതുള്ളത്. ബുർജുൽ അറബിൻ്റെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ല, ഏറ്റവും വലിയ ഹോട്ടലാണ്. പിന്നെ അതുപോലെ മാൻമെയ്ഡ് ഐലൻഡിൻ്റെ അകത്താണ് ഇതുള്ളത്. പിന്നെ അതിനിടയിൽ അവിടെയുള്ള കക്കകൾ ശംഖൊക്കെ പൊറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റിച്ച് മാത്രമേ ഉള്ളൂ അവിടേക്ക് ഇറങ്ങിയത്. അവൻ മാത്രമേ ഡ്രസ്സ് ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അവനും അങ്ങോട്ട് ഇറങ്ങി. പിന്നെന്താ, പല രാജ്യക്കാരും പല വേഷത്തിൽ അവർ അവിടെ വെയിൽ കൊള്ളാൻ വേണ്ടി അവിടെ മണലിൽ കിടക്കുന്നുണ്ട്. പലരും വെള്ളത്തിലുണ്ട്. പിന്നെ അവിടെ എത്ര ഭാഗത്തേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് നിറം ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അവർ കടലിൽ വെള്ളത്തിൽ കളിക്കുന്നു. ഞങ്ങളിവിടെ ഇരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവൾ വെള്ളത്തിൽ കളിച്ചു. തിരിച്ചു വന്ന് വീണ്ടും അവനക്ക് അങ്ങോട്ട് തന്നെ പോകണം. വെള്ളത്തിൽ നിന്ന് കയറാൻ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് വെള്ളത്തിൽ കളിക്കുക എന്നുള്ളത്. അങ്ങനെ കുറേ ചീത്ത പറഞ്ഞിട്ട് അവന് തിരിച്ചു പോന്നു. അത്യാവശ്യം കുറച്ച് ദൂരമൊക്കെ പോവാട്ടോ, അത്രയും ആഴമൊന്നുമില്ല. നല്ല സുന്ദരമായി വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനും കുളിക്കാനൊക്കെ പറ്റും. അവൻ ആ വെള്ളത്തിൽ നിന്ന് ഷെല്ലും മറ്റേ ശംഖും അതൊക്കെ പൊറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ചീത്ത പറഞ്ഞ് അവസാനം പോന്നു. ഇവിടെ വന്ന് ഒരുപാട് പേര് വെയിൽ കൊള്ളുന്നു, നടക്കുന്നൊക്കെ ചെയ്യുന്നു. വെയിൽ കൊള്ളാൻ വേണ്ടി വന്നവർ, നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി അകത്തിരിക്കുന്നവരാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെ നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് ഇവിടെ. പിന്നെ ഒരുപാട് പേര് അവിടെ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് വെള്ളത്തിലുണ്ട്, കുറേ പേര് അവിടെ കുറേ കിളികളുണ്ട്. അതിൻ്റെ പേര് എനിക്കല്ല. കിളികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അതിനോട് കുറേ കിളികളുണ്ട്. ആ കിളികൾ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വെള്ളത്തിൽ കിളികളെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആടി ഉലഞ്ഞിങ്ങനെ പോകുന്നുണ്ട്, നീന്തി പോവില്ല, കൂട്ടമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരാളവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കിളികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ കിളികൾ മൊത്തം അയാളെ ചുറ്റും കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.